നമസ്കാരം. പോപ്പുലർ ന്യൂസ് അപ്ഡേറ്റ് വാർത്തയിലേക്ക് സ്വാഗതം. തിരൂരങ്ങാടി MKH ഓർഫനേജ് ഹോസ്പിറ്റലിന്റെ 30ാം വാർഷികത്തോടനുബന്ധിച്ച് നിരവധി സേവനങ്ങൾ നാടിന് സമർപ്പിച്ചു. പുതിയതായി ആരംഭിച്ച ബ്ലഡ് ബാങ്ക് സമർപ്പണവും നവീകരിച്ച വിവിധ വിഭാഗങ്ങളുടെ ഉദ്ഘാടനവും നടന്നു. തിരൂരങ്ങാടി നിയോജക മണ്ഡലം MLA KPA മജീദിന്റെ അധ്യക്ഷതയിൽ നടന്ന ചടങ്ങിൽ നവീകരിച്ച ബ്ലഡ് ബാങ്ക്, ലെവൽ 3 NICU ആൻഡ് അഡ്വാൻസ്ഡ് എമർജൻസി മെഡിസിൻ വിഭാഗങ്ങൾ എന്നിവ മന്ത്രി വീണ ജോർജ് നാടിന് സമർപ്പിച്ചു. തിരൂരങ്ങാടിയിലെ സാധാരണക്കാരായ ജനങ്ങൾക്കായി ആധുനിക വൈദ്യശാസ്ത്ര രംഗത്തെ ശ്രദ്ധേയമായ ചികിത്സാ സൗകര്യങ്ങളൊരുക്കുന്ന MKH ആശുപത്രിയുടെ പ്രവർത്തനങ്ങൾ മാതൃകാപരമാണെന്ന് മന്ത്രി വീണ ജോർജ് പറഞ്ഞു. എല്ലാവർക്കും എങ്ങനെ പ്രവർത്തിക്കണം എന്നുള്ളതിൻ്റെ ഒരു മാതൃക കൂടിയാണ്. അപ്പോൾ തീർച്ചയായിട്ടും എനിക്ക് MKH ഹോസ്പിറ്റലിന് നമുക്ക് കേരളത്തിൻ്റെ ആരോഗ്യരംഗം എന്ന് പറയുമ്പോൾ സർക്കാർ മേഖലയും സ്വകാര്യ മേഖലയൊക്കെ ചേരുന്നതാണ്. അപ്പോൾ നമ്മുടെ ആളുകളെ സംബന്ധിച്ചിടത്തോളം നമുക്ക് ഈ ഹോസ്പിറ്റലിൽ ഒരു കാര്യം കൂടി ചെയ്യാൻ കഴിയുമെന്ന് ഞാൻ ചിന്തിച്ചു പോവുകയാണ്. കാരണം പണത്തിൻ്റെയും ലാഭേച്ഛയില്ലാതെ പ്രവർത്തിക്കുന്ന ഒരു സ്ഥാപനമാണ്. അതുകൊണ്ട് തന്നെ നമ്മൾ കൊടുക്കുന്ന സർവീസസിൻ്റെ എത്രയാണ് അതിൻ്റെ ഒരു കോസ്റ്റ്, എക്സ്പെൻസ് വരുന്നത് കൂടെ നമുക്ക് പ്രദർശിപ്പിച്ചാൽ മറ്റു വൻകിട കോർപ്പറേറ്റുകൾക്ക് അതൊരു ചലഞ്ചാകും. അത് വലിയൊരു കാര്യമായിരിക്കും എന്നുള്ളത് ഞാനിവിടെ എടുത്തു പറയാനായിട്ട് ആഗ്രഹിക്കുകയാണ്. കഴിയും, ഈ ഹോസ്പിറ്റലിന് കഴിയും, ഈ മാനേജ്മെൻറ്റിന് കഴിയും, തീർച്ചയായിട്ടും കഴിയും. ഇങ്ങനെ ഹോസ്പിറ്റലുകൾക്ക് പ്രവർത്തിക്കാൻ കഴിയുമെന്നുള്ളതിൻ്റെ ഒരു ദൃഷ്ടാന്തം കൂടി സമൂഹത്തിന് വെക്കാൻ, അതിന് സമൂഹത്തിന് മുന്നിൽ വെക്കാനായിട്ട് കഴിയുമെന്നുള്ളത്. അതിനൂതന സാങ്കേതിക വിദ്യകളോടുകൂടി നവീകരിച്ച ഡയാലിസിസ് യൂണിറ്റിന്റെ ഉദ്ഘാടനം തവനൂർ നിയോജക മണ്ഡലം MLA ഡോക്ടർ KT ജലീലും, അത്യാധുനിക CT സ്കാൻ ആൻഡ് മെഡിക്കൽ ലബോറട്ടറി വിഭാഗത്തിന്റെ ഉദ്ഘാടനം KPA മജീദ് MLAയും, ഡെന്റൽ കെയർ വിഭാഗത്തിന്റെ ഉദ്ഘാടനം മുൻ വിദ്യാഭ്യാസ മന്ത്രി PK അബ്ദുൾ റബ്ബും, ഹെൽത്ത് ചെക്കപ്പ് ലോഞ്ച് ഉദ്ഘാടനം തിരൂരങ്ങാടി നഗരസഭ അധ്യക്ഷൻ KP മുഹമ്മദ് കുട്ടിയും, ഹോം കെയർ സർവീസിന്റെ ഉദ്ഘാടനം തിരൂരങ്ങാടി ഗവൺമെന്റ് താലൂക്ക് ആശുപത്രി സൂപ്രണ്ട് ഡോക്ടർ പ്രഭുദാസും നിർവഹിച്ചു. MKH ആശുപത്രിയിൽ 25 വർഷം പൂർത്തിയാക്കിയ ഡോക്ടർമാരെയും ജീവനക്കാരെയും മന്ത്രി വീണ ജോർജ് ചടങ്ങിൽ ഉപഹാരങ്ങൾ നൽകി ആദരിച്ചു. KPHA ജില്ലാ പ്രസിഡന്റ് ഡോക്ടർ PA കബീർ, KPHA ജില്ലാ സെക്രട്ടറി PM ഷാഹുൽ ഹമീദ്, IMA തിരൂരങ്ങാടി പ്രസിഡന്റ് ഡോക്ടർ ഷാജഹാൻ, IMA തിരൂരങ്ങാടി സെക്രട്ടറി ഡോക്ടർ അലാവുദ്ദീൻ, MKH ആശുപത്രി മെഡിക്കൽ സൂപ്രണ്ട് ഡോക്ടർ അബ്ദുസമദ്, ഡെപ്യൂട്ടി മെഡിക്കൽ സൂപ്രണ്ട് ഡോക്ടർ സുരേഷ് കുമാർ, ഓർഫനേജ് കമ്മിറ്റി ഭാരവാഹികളായ ഡോക്ടർ EK അഹമ്മദ് കുട്ടി, TP അബ്ദുള്ളക്കോയ മദനി, അരിമ്പ്ര മുഹമ്മദ് മാസ്റ്റർ, അഡ്വക്കേറ്റ് PMA സലാം, പ്രൊഫസർ NB അബ്ദുറഹ്മാൻ, ഡോക്ടർ PP മുഹമ്മദ് മുസ്തഫ തുടങ്ങിയവർ പ്രസംഗിച്ചു. ഡോക്ടർ നിഹാസ് നെഹ, ഡോക്ടർ ബേബി സന, ഡോക്ടർ നസീർ അഹമ്മദ് തുടങ്ങിയവർ പങ്കെടുത്തു. തിരൂരങ്ങാടി മുസ്ലിം ഓർഫനേജ് കമ്മിറ്റി ജനറൽ സെക്രട്ടറി MK ഭാവ സ്വാഗതവും ഹോസ്പിറ്റൽ CEO അഡ്വക്കേറ്റ് CV അഹമ്മദ് നിയാസ് ആമുഖ പ്രഭാഷണവും CH മഹ്മൂദ് ഹാജി നന്ദിയും പറഞ്ഞു. പോപ്പുലർ ന്യൂസ് തിരൂരങ്ങാടി.